എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത് രാത്രി അയച്ചു കൊണ്ടുപോകും. രാത്രി കൊണ്ടുപോകും. വലിയ കുറ്റി അടിച്ചത് ഓരോ കണ്ടത്തിന് കുറ്റി പറിക്കല്ല, ഇത് മാറ്റി കിട്ടുക. പക്ഷെ കണ്ട കൂട്ടുമ്പോൾ കന്നുള്ള രാത്രി പോലെ. ഈ കാണുന്ന 8 കന്ന് ഒരെണ്ണപ്പുറത്തുണ്ട്, 8 കൊടുക്കാനുള്ളതാണ്. ഈ പെരുന്നാൾ ഇതിൻ്റെ കച്ചവടം കഴിഞ്ഞു. ആവശ്യമുള്ളവർക്ക് എപ്പോഴും കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ്. ഈ കാണുന്ന കന്നുകളാണ്. ഒരു വിട്ടുവീഴ്ചയോടെ നമ്മൾ കൊടുക്കും കേട്ടോ കന്നുകൾ. പച്ചപ്പുല്ലൊക്കെ തിന്നിങ്ങനെ റെഡി ആവണം. പേര് കയറി കൊണ്ട് വരുന്നുണ്ട്. നല്ല ഉഷാറൻ പോത്തോളാട്ടോ. പറണിക്കൊരു ഉഷാറ് കുറവുണ്ടോ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടാവും. അതിങ്ങനെ വിചാരിക്കല്ലേ. നല്ല വെയിലാണ്. അങ്ങനെ പോലെ അലക്കാതെ പിടിക്കുന്ന നല്ല കാണുന്നവർക്ക് ഇത് ഭംഗിയിൽ കറക്റ്റ് കണ്ടോട്ടെ വെച്ചിട്ടോ. ഒരു 12-1 മണി വരെ ഇവിടെ നിർത്തിയിട്ടിരിക്കും. പിന്നെ അപ്പുറത്ത് വെള്ളത്തിൽ പോയിച്ചാളും. ഇതാണ് ഒരെണ്ണം. മൊയിലേര് വന്നിട്ടുണ്ട്. മൊയിലേരെ അഭിപ്രായം സ്വീകരിക്കണം. മൊത്തത്തിൽ മൊയിലേര് ചോദിച്ചിട്ടുണ്ട്. ബാക്കി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നടക്കും അത്. ഞാനൊരു വിലക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കണ്ടേ അപ്പോൾ ഉടമസ്ഥനും ഞാനും തമ്മിൽ വലിയ മാറ്റാ. നമുക്കിതൊക്കെ പാടേ അവിടെ പെറുക്കിനെ കയറ്റിയാൽ മതി. 6 പേർക്കൊക്കെ വന്ന് നോക്കാട്ടോ. വമ്പഞ്ഞും കച്ചടക്കുക. ഇത് വളാഞ്ചേരി കോളമംഗലത്തായിട്ടുള്ളത്. വളാഞ്ചേരിയിലാണ് ഈ കന്നുകളുള്ളത്. നമ്മൾ ചന്തയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു നോക്കിയതാണ്. ചോറൊന്നും കൊടുത്തിട്ട് ഇറച്ചിയും ഫ്ലാക്കിട്ട് ഞാൻ അല്ലേ പച്ചപ്പുല്ല് ഇതൊക്കെ തിന്നിട്ടുള്ള സെറ്റാട്ടോ. ഇന്നല്ല അങ്ങനെ ഇങ്ങനെ ബോർഡർ ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലേ? ഇത് തന്നെ ഒന്ന് തിന്നി തീർക്കണം. നാളെ ഒരു ഭാഗത്താണ് നിൽക്കുക. വേണ്ടില്ല, ഈ ഒരു കണ്ടത്തിലാണ്. ഈ കണ്ടത്തിലാണ് മോലാളി തരാൻ സാധ്യതയില്ല. ഒരു 8 കന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. 8 കന്നുണ്ട് വെച്ചിട്ട് വന്നതാണ്. സംഭവം 8 അല്ല 9 ഉണ്ട്. 9 കന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിനകത്ത് കണ്ടൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോത്തിനും അടിപൊളി വാലല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പോത്തിനും. എന്താ രോമകത്തിന്റെ നിങ്ങൾ എന്താ എണ്ണ തേക്കണത്? പങ്കജസൂര്യാണോ? അല്ലേ അതിന്റെ വാല് അതിന്റെ ഒക്കെ നോക്കിയല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ആ എണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് വളർത്തിനാല് വാങ്ങുവേ. ആ പോത്തിന് വാല് വെക്കുമ്പോലേ അത് തന്നെ എല്ലാ പോത്തും ഒരു രക്ഷയില്ലാത്ത വാല. ഈ പോത്തിന്റെ വാല് കുടഞ്ഞിരുന്ന ആ കുടഞ്ഞിരുമ്പോ അറിയാം നമുക്ക്. അടക്കേ പെൺകുട്ടികൾ കണ്ടാ മുറിച്ചു കൊണ്ടുപോകും. അതിന്റെ വാല് നോക്കി. ആയിരുന്നു എന്റെ ആശാന്റെ. ഞാനിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു കന്ന്, ഒരു ഉലഹിയത്തിനൊരു കന്ന് വേണ്ടിയിരുന്നു. അപ്പൊ ചന്തയൊന്നും കിട്ടാനില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ചെറിയ കന്ന് വാങ്ങാം, ഒരെണ്ണത്തിന് അറക്കാം ഇങ്ങനെ മനസ്സിൽ കരുതി വന്നതാണ്. അപ്പൊ നോക്കുമ്പോ കണക്കനുസരിച്ച് ഇറക്കില്ലല്ലേ? നമ്മളെ കണക്കനുസരിച്ച് ഇറക്കില്ല. വാലിന്റെ കണ്ടില്ല, വാൽക്കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരുമകളുടെ കുട്ടികളാണ്. തമിഴ്നാട് എരുമ കുട്ടികളാണ്.
നാട് എരുമകൾക്ക് അങ്ങനത്തെ വാലുണ്ടാവില്ല. അതിന് രണ്ട് അതിൻ്റെ വാലും വാല് കുറഞ്ഞിരുന്നത് കണ്ടാലറിയാം. ഈ കാണുന്ന 8 കന്നുകൾ കൊടുക്കാനുള്ളതാണ്. വളാഞ്ചേരി ഏരിയയിലുള്ളത്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഒന്നൊക്കെ മെച്ചാണ്. എത്ര വില പറയുന്നത്? വിലയൊക്കെ പാകം പോലെ കൊടുക്കും. പാകം പോലെ പാർട്ടിക്കാർ വരിക, പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കന്നുകളെ തിരഞ്ഞെടുക്കുക. ഇനി ഒന്നിച്ച് പെറുക്കണോ ഒന്നിച്ച് ഒരു വിട്ടുവീഴ്ച അപ്പോൾ ഒരു ചെറിയ റേറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ബാർഗനൊന്നുമില്ല. അവർ പറഞ്ഞ വിലയിൽ നമ്മൾ വിട്ടുവീഴ്ച തയ്യാറാക്കി. 10,000 റുപ്യ പറഞ്ഞാൽ കൊടുക്കും. അതിനെന്താ അതിനെടുക്കാമല്ലോ. അപ്പം ഇത് കണ്ടിട്ട് വരല്ല ഭംഗിക്കാണ് ഇതിപ്പോഴേ ഈ വേണ്ട. വാൽക്കൊടിയാണ് പവർ. അപ്പോൾ ആവശ്യമുള്ളൊരു കൂടെ കൂടിക്കോളി. ഇതുപോലെ നല്ല കന്നുകളെ വീഡിയോസുകളൊക്കെ കാണിച്ചു. ഇപ്പോൾ പുല്ല് തീറ്റി തുടങ്ങിയിട്ട് ഈ പുല്ല് തിന്നതിൻ്റെ മഴ ചെയ്ത് കഴിഞ്ഞ് പോയതിൻ്റെ ഇത് ശരീരത്തിൽ കയറിയിട്ടില്ല. നിർത്താൻ കൊണ്ടുപോകുന്നവർക്ക് നല്ല ഉഷാറാണ്. റബിയുലിൻ്റെ കച്ചവടം കണക്കാക്കിയിട്ടാണ് കൊണ്ടിട്ടാൽ മതി. ഏത് പുല്ലും ഒന്നും നോക്കണ്ട. കൂടിക്കോളിട്ടോ കൂടെ കൂടിക്കോളി. ഇത് പറഞ്ഞോളി. ഇപ്പൊ 8 പോത്തുകളുടെ കച്ചവടമായിട്ടാ. കച്ചവടമായി അല്ലേ? 8 പോത്തുകളുടെ കച്ചവടമായി. ഇനി ഇങ്ങോട്ട് ആരും വരണം, അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ മൂലേര് പറഞ്ഞേ. ഇവര് പറഞ്ഞ വിലക്കാ കന്നെടുക്കണേ. പക്ഷെ 3 മാസം കൂടി ഇവർ നോക്കണം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിക്കോളിട്ടോ, കൂടെ കൂടിക്കോളി. നമ്മളെ കന്നുകൾ കൊടുക്കും. ഇനി വലിയ പെരുന്നാൾ കഴിഞ്ഞിരിക്കണ ദിവസം കഴിഞ്ഞൊന്നും പറയാൻ നിൽക്കണ്ട. സാധനം എന്നും വിലയാണ്. അങ്ങോട്ട് കയറിയാൽ മതി കൊല്ലം ഭാഗത്തേക്ക്. ഇവിടെ അയക്കണിപ്പോ. ഇവിടെ ഇപ്പൊ 400 അയക്കണേട്ടാ. ഇനി കൊല്ലത്തേരാരും നോക്കണ്ട. ഇവിടെ ഇപ്പൊ 400 350 വിറ്റോണ്ടിരുന്നത്. ഇന്ന് രാവിലെ ഇപ്പോ നാളെ പെരുന്നാളാണ്. ഇന്ന് രാവിലെ 400 റുപ്യക്ക് ഇറച്ചി വിറ്റിക്കണേ. അമ്മാലിയൊക്കെ 400 റുപ്യക്ക് ഇറച്ചി വിറ്റിക്കണം.